സ്റ്റുഡൻസ് എജ്യുക്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ചാപ്റ്റർ 24 ആണ് ഡിസ്കസ് ചെയ്യുന്നത്, റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ മയക്കുമരുന്നിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഡ്രഗ് അബ്യൂസ്, അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു എൻ്റെ സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ചാപ്റ്ററിലേക്ക് കിടക്കാം. This essay is about commemorating International Day Against Drug Abuse and Illicit Trafficking. അപ്പോൾ ഈ ഒരു എസ്സേ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? കൊമോമറേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസ്മരിക്കുന്നു. ഇൻ്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ്. എന്താണ്? മയക്ക് മരുന്നിൻ്റെ ദുരുപയോഗത്തിനെതിരെയുള്ള അന്താരാഷ്ട്ര ദിനമായിട്ടും ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ്, നിയമവിരുദ്ധമായിട്ടുള്ള കടത്തുകളുണ്ടല്ലോ ഈ ഒരു മയക്കുമരുന്നിന്, അതിനെക്കുറിച്ച് അനുസ്മരിക്കുന്ന ഒരു ഡേ ആയിട്ടാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു എസ്സേ പറയുന്നത്. ഓൺ ദിസ് ഡേ പീപ്പിൾ ഹു ചൂസ് ടു ബി ഹെൽത്തി ആൻഡ് ഹാവ് സ്റ്റോപ്ഡ് യൂസിങ് ഡ്രഗ്സ് ആർ അപ്ലോഡഡ്. അപ്പോൾ എന്താണ് ഈ ഒരു ദിവസത്തിൽ ഇൻ്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്. അപ്പോൾ ഈ ഒരു ദിനത്തിൽ എന്തായിരിക്കണം? ഓൺ ദിസ് ഡേ പീപ്പിൾ ഹി ചൂസ് ടു ബി ഹെൽത്തി, നമ്മൾ ജനങ്ങൾ ഹെൽത്തി ആയിരിക്കണം. ആൻഡ് ഹാവ് സ്റ്റോപ്ഡ് യൂസിങ് ഡ്രഗ്സ്. എന്താണ് ഹെൽത്തി ആവാൻ മീൻസ്? നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക മാത്രമല്ല, നമ്മളിങ്ങനെ മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിലുള്ള ഒരാളാണെങ്കിൽ അത് പാടെ ഒഴിവാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഇൻ്റർനാഷണൽ ഡേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. ഡ്രഗ് അബ്യൂസിനെതിരെ ആർ അപ്ലോഡഡ്. അപ്പോൾ എന്താണ്? ചൂസ് ഹെൽത്തി ആൻഡ് സ്റ്റോപ്പ് യൂസിങ് ഡ്രഗ്സ്. ഇത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാരെ നമ്മളെന്താ അപ്ലോഡഡ് ചെയ്യുന്നത് വെച്ചാൽ അഭിനന്ദിക്കുന്നുണ്ട്. ഓക്കെ. The Secretary General of United Nations marks 26 June 2005 as the day for giving positive message to everybody who used and might be tempted to use drugs. ഇപ്പോൾ എന്താണ് നമ്മുടെ സെക്രട്ടറി ജനറൽ ഓഫ് യുണൈറ്റഡ് നാഷൻസ് ഈ ഒരു 2005 ജൂൺ 26 ഈ ഒരു ഡേ പ്രഖ്യാപിക്കുന്നത്. ആൻഡ് ഈ ഒരു ഡേൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവിങ് പോസിറ്റീവ് മെസ്സേജ് ടു എവറിബഡി, എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജാണ് കൺവേ ചെയ്യുന്നത്. ആൻഡ് ഹു യൂസ്ഡ് ആൻഡ് മൈറ്റ് ബി ടെംപ്റ്റ് ടു യൂസ് ഡ്രഗ്സ്. ആൻഡ് ആരാണോ ഇത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പ്രലോഭിപ്പിച്ചേക്കാം അല്ലേ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു മെസ്സേജാണ് ഇന്നത്തേന്നല്ല ഈ ഒരു ഡേയിൽ സെക്രട്ടറി ജനറൽ കൊടുക്കുന്നത്. യുണൈറ്റഡ് നാഷൻസിൻ്റെ ഉപയോഗിക്കാതിരിക്കുക, കീപ് ഹെൽത്തി. ഓക്കെ. ഹി കൺവേഴ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂയിങ് വൺ സെൽഫ് ആൻഡ് മേക്കിംഗ് ഹെൽത്തി ചോയ്സസ്. അപ്പോൾ അദ്ദേഹം എന്ത് പറയുന്നുണ്ട്? അദ്ദേഹം പറയുന്നുണ്ട് വാല്യൂയിങ് വൺ സെൽഫ്. വാല്യൂയിങ് വൺ സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫിനെ നല്ല രീതിയിൽ വാല്യൂ ചെയ്യണം. ആൻഡ് മേക്കിംഗ് ഹെൽത്തി ചോയ്സസ്. ഹെൽത്തി ചോയ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യുക. കൂടാതെ ഇത്തരത്തിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഡ്രഗ്സോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഹെൽത്തി എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവ് എനർജറ്റിക് ആയിട്ട് നിൽക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹി ഓൾസോ ഹൈലൈറ്റ്സ് ദാറ്റ് കറൻ്റ്ലി നിയർലി 200 million people are still consuming illegal drugs and these drugs have names which may appear very alluring. അപ്പം എന്താണ് അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഹി ഓൾസോ ഹൈലൈറ്റ്സ് ദാറ്റ് കറൻ്റ്ലി നിയർലി 200 million people. അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത്? 200 million പീപ്പിളോളം ഇപ്പോഴും കൺസ്യൂമിങ് ഇല്ലീഗൽ ഡ്രഗ്സ്, അതായത് ലീഗൽ അല്ലാത്ത നിയമവിരുദ്ധമായിട്ടുള്ള മയക്കുമരുന്നുകൾ ഇപ്പോഴും 200 മില്യണോളം പീപ്പിൾസ് എന്താണ് ഉപയോഗിക്കുന്നുണ്ടെന്ന്. ആൻഡ് ദീസ് ഡ്രഗ്സ് ഹാവ് നെയിംസ് വിച്ച് മേ അപ്പിയർ വെരി അല്യൂറിങ്. അപ്പോൾ ഈ ഒരു ഡ്രഗ്സിൻ്റെ ഒക്കെ മയക്കുമരുന്നുകളുടെ ഒക്കെ പേരൊക്കെ എങ്ങനെയുള്ളതാണ്? ആ ഒരു നെയിംസ്, അവരുടെ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ആകർഷകമായിട്ടുള്ളതാണ്, വളരെ ആകർഷകമായിട്ടുള്ളത് എന്നാണ് വെരി അല്യൂറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇത്രയും 200 മില്യൺ പീപ്പിൾസ് ഇപ്പോഴും ആ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവയുടെയൊക്കെ നിയമമെല്ലാം അത്രയ്ക്കും ആകർഷകമായിട്ടുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നു. He says that overconsumption of drugs can lead to death and the choice to seek treatment is not only courageous but life saving. അപ്പോൾ എന്താണ് അദ്ദേഹം പിന്നെ പറയുന്നത്? He says that overconsumption of drugs can lead to death. ഓവർ കൺസപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഉപയോഗമാണ് ഓവർ കൺസപ്ഷൻ എന്ന് പറയുന്നത്. എന്തിൻ്റെ? മയക്കുമരുന്നിൻ്റെ. അപ്പോൾ മയക്കുമരുന്നിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മളെ എവിടെ ചെന്നെത്തിക്കാം? ഡെത്തിലേക്ക്, മരണം വരെ കൊണ്ടെത്തിക്കാം. ആൻഡ് ദ ചോയ്സ് ടു സീക്ക് ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് ഓൺലി കറേജിയസ്. അപ്പോൾ എന്താണ്? നമ്മളൊരു മെഡിക്കൽ ഹെൽപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ നിന്ന് മുക്തമാക്കാനുള്ളൊരു സഹായം തേടുന്നത് അത് ധൈര്യശാലി മാത്രമല്ല, നമ്മുടെ ധൈര്യം കൊണ്ടല്ല നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ നമ്മുടെ ലൈഫ് കൂടെ അത് സേവ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പിലേക്കോ ആരെങ്കിലും വിഷിട്ട് ചെയ്യുന്നതാണെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു ലൈഫ് കൂടെ സേവ് ആവുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹാവിങ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇമ്പാക്ട്സ് ബോത്ത് മൈൻഡ് ആൻഡ് ബോഡി പോസിറ്റീവ്ലി. പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ് ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് ടീച്ചേഴ്സ് ദി വാല്യൂ ഓഫ് ടീം വർക്ക് ആൻഡ് ഡിസിപ്ലിൻ. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ലൈൻസിൽ പറയുന്നത്? നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ അത് നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും പോസിറ്റീവ്ലിയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ സ്പോർട്സിൽ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പങ്കെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ദി വാല്യൂ ഓഫ് ടീം വർക്കിൻ്റെ വാല്യൂ മനസ്സിലാക്കി തരുന്നു. കൂടാതെ നമ്മുടെ ഡിസിപ്ലിന് അല്ലേ, നമ്മുടെ അച്ചടക്കത്തെയും അത് കൂടുതലായിട്ട് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. സ്പോർട്സ് ഓൾസോ ഹെൽപ്സ് ടു ബിൽഡ് സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ എന്താണ് ഈ ഒരു സ്പോർട്സിൽ പങ്കെടുക്കുന്നത്? നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡ്രഗ് അഡിക്ഷൻ ഈസ് എ ട്രീറ്റബിൾ ഡിസോർഡർ ആൻഡ് ത്രൂ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് പേഷ്യൻസ് ക്യാൻ ലിവ് നോർമൽ ആൻഡ് ഹാവ് പ്രൊഡക്റ്റീവ് ലൈഫ്സ്. സം തെറാപ്പീസ് കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. ഇപ്പോൾ എന്താ നെക്സ്റ്റ് ലൈൻസിൽ പറയുന്നത്? നമ്മുടെ ഡ്രഗ് അഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മയക്കുമരുന്നിനോടുള്ള ആസക്തി ഇസ് എ ട്രീറ്റബിൾ ഡിസോർഡർ അല്ലേ, അത് ട്രീറ്റ് ചെയ്തിട്ട് മാറ്റാൻ പറ്റിയ കാര്യമാണ്. ആൻഡ് ത്രൂ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്, ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മളത് ചികിത്സിക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു പേഷ്യൻ്റ് എങ്ങനെ നോർമൽ ലൈഫ് തന്നെ ജീവിച്ചു പോകുന്നതാണ്. ക്യാൻ ലിവ് നോർമൽ ലൈഫ് ആൻഡ് ഹാവ് പ്രൊഡക്റ്റീവ് ലൈഫ്സ്. അപ്പോൾ അവരുടെ തുടർന്നുള്ള ജീവിത രീതിയിൽ നല്ല ഊർജ്ജക്ഷമമായിട്ടുള്ളത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമമായിട്ടുള്ളത് തന്നെയായിരിക്കും അവരുടെ തുടർന്നുള്ള ജീവിതവും. സോ സം തെറാപ്പീസ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ അതിന് കുറച്ച് തെറാപ്പീസ് ഉണ്ട് ഇങ്ങനെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് താഴെ കൊടുത്തിരിക്കുന്നത് പറയുന്നത്. ബിഹേവിയറൽ തെറാപ്പീസ് ഇൻക്ലൂഡിങ് കൗൺസിലിംഗ്, psychotherapy and support groups. Treatment helps in repressing the withdrawal syndrome and drug cravings, eventually blocking the effect of drugs. അപ്പോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വരുന്ന ബിഹേവിയറൽ തെറാപ്പീസാണ്. അപ്പോൾ ബിഹേവിയറൽ തെറാപ്പീസ് എന്താണെന്ന് ഇവിടെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ കൗൺസിലിംഗ് ഉണ്ട് അല്ലേ. കൗൺസിലർ നമ്മൾ ചില കാര്യങ്ങൾക്ക് വിദഗ്ധ അഭിപ്രായം തേടാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ കൗൺസിലേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ അവരെ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരാം. അതാണ് ബിഹേവിയറൽ തെറാപ്പീസിൽ ഉൾപ്പെടുന്നത്. പിന്നെ ആണെങ്കിൽ സൈക്കോ തെറാപ്പി അതിൽ വരുന്നുണ്ട്. ആൻഡ് സപ്പോർട്ട് ഗ്രൂപ്പ്സ്, നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യുന്ന പലതരത്തിലുള്ള ഗ്രൂപ്പ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആഭിമുഖ്യത്തിൽ നമുക്ക് എന്താണ് ബിഹേവിയറൽ തെറാപ്പിയിലൂടെ ഒരു നല്ല മാറ്റം കൊണ്ടെത്തിക്കാൻ കഴിയും. ട്രീറ്റ്മെൻറ്റ് ഹെൽപ്സ് ഇൻ റിപ്രസിങ് ദി വിഡ്രോവൽ സിൻഡ്രോം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നേരത്തെ ബിഹേവിയറൽ തെറാപ്പിയാണ് ചെയ്തിരിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിപ്രസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചമർത്താണ് കേട്ടോ ചെയ്യുന്നത്. ദ വിഡ്രോവൽ സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് സിംറ്റംസ് ആണ്. ആ ഒരു സിംറ്റംസ് വരുന്നത് ഒരാൾ അവരുടെ എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചില ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കുറച്ചധികം ലക്ഷണങ്ങൾ, സെറ്റ് ഓഫ് സിംറ്റംസ് ആണ് വിഡ്രോവൽ സിൻഡ്രോമിൽ വരുന്നത്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളെ എന്താണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വഴി അടിച്ചമർത്തുന്നു എന്നാണ് പറയുന്നത്. റിപ്രസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചമർത്തുക.
അപ്പോൾ എന്തൊക്കെയാണ്? വിഡ്രോവൽ സിൻഡ്രോം ആൻഡ് ഡ്രഗ് ക്രേവിങ്സ്, ഇവഞ്ച്വലി ബ്ലോക്കിംഗ് ദ എഫക്റ്റ് ഓഫ് ഡ്രഗ്സ്. അപ്പം ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ബിഹേവിയറൽ തെറാപ്പീസാണ്. അതിൽ കൗൺസിലിങ്ങും സൈക്കോ തെറാപ്പിയും സപ്പോർട്ട് ഗ്രൂപ്പ്സൊക്കെ ആയിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ വരുന്നത് ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു ഇതുവരെ അഡിക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ നമുക്കതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുറച്ചധികം ലക്ഷണങ്ങൾ കാണിക്കും. പക്ഷെ അതിനൊക്കെ എന്താണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അടിച്ചമർത്തുന്നു, റിപ്രസ് ചെയ്യുന്നു. നമുക്ക് ആ ഒരു ലഹരിയോടുള്ള ക്രേവിങ്സ്, പിന്നെ ആണെങ്കിൽ ഈ എഫക്റ്റൊക്കെ മയക്കുമരുന്നിനോടുള്ള ഈ ഒരു എഫക്റ്റിനൊക്കെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. തെറാപ്പി കമ്പൈൻ വിത്ത് മെത്തഡോൺ in an adequate dosage level can reduce death rates and many health problems associated with heroin abuse. അപ്പോൾ എന്താ നെക്സ്റ്റ് ലൈൻസിൽ പറയുന്നത്? തെറാപ്പി കമ്പൈൻ വിത്ത് മെത്തഡോൺ in an adequate dosage level can reduce death rates. അപ്പോൾ നമ്മുടെ നേരത്തെ ബിഹേവിയറൽ തെറാപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടു, അല്ലാതെ കൂടാതെ വരുന്ന തെറാപ്പീസിലും എന്താണ് അത് മെത്തഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കേഷനാണ് മെത്തഡോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെഡിക്കേഷൻ അസിസ്റ്റഡ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വലിയൊരു ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഹെറോയിൻ യൂസ് ചെയ്യുന്ന, ഹെറോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മയക്കുമരുന്നാണ്. അപ്പം അതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തഡോണ് തെറാപ്പീൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള ലെവൽ, മതിയായ രീതിയിലുള്ള ആ ഒരു ഡോസേജ് ലെവല്, മതിയായ രീതിയിലുള്ള അളവ് വെച്ചിട്ട് എന്താണ് ആ ഒരാളുടെ ഡെത്ത് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് മെനി ഹെൽത്ത് പ്രോബ്ലംസ് അസോസിയേറ്റ് വിത്ത് ഹെറോയിൻ അബ്യൂസ്. അപ്പം ഈ ഒരു കൂടുതലായിട്ട് ഇങ്ങനെ ഒപ്പിയാറ്റ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മളുടെ ഹെൽത്തിൽ ഉണ്ടാകുന്ന പല പ്രോബ്ലംസും ഇങ്ങനെ തെറാപ്പി പ്ലസ് മെത്തഡോൺ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. Patients who are treated longer have better result medically. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? Patients who are treated longer have better result medically. അപ്പം ഏറ്റവും കൂടുതൽ കാലത്തോളം ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് നല്ല ബെറ്റർ ആയിട്ടുള്ള, നല്ല രീതിയിലുള്ള മാറ്റം മെഡിക്കലി തന്നെ കിട്ടുന്നതാണ്. പ്രോപ്പർ ആൻഡ് റിഗറസ് ട്രീറ്റ്മെൻറ്റ്സ് റിഡ്യൂസസ് ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് കമ്മിറ്റഡ് ബൈ ഡ്രഗ് ഡിപ്പെൻഡൻറ്റ് പീപ്പിൾ. അപ്പോൾ എന്താണ് പ്രോപ്പർ വേയിലുള്ളത്, നല്ല രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയിലൂടെ മുന്നേറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് ഒരു മയക്കുമരുന്നിന് അടിമയായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ, ഡ്രഗ് ഡിപ്പെൻഡൻറ്റ് പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് നല്ല രീതിയിലുള്ള പ്രോപ്പർ അല്ലെങ്കിൽ റിഗറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന റെഡ്യൂസസ് ഡ്രഗ്സ്, അവരുപയോഗിക്കുന്ന മയക്കുമരുന്നും, പിന്നെ ഈ ഒരു മയക്കുമരുന്നാൽ നമ്മൾ ചെയ്യുന്ന ചില ക്രൈംസൊക്കെ ഉണ്ട് അല്ലേ, അപ്പം അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ properly treated drug users are more likely to have jobs and are successful in achieving lasting sobriety. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? അതായത് നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ലൊരു ലൈഫ്, സക്സസ്ഫുൾ ആയിട്ട് ലൈഫ് തന്നെ കിട്ടുന്നതായിരിക്കും, അവർക്ക് ജോബ് കിട്ടുന്നതായിരിക്കും. ആൻഡ് സക്സസ്ഫുൾ ഇൻ അച്ചീവിങ് ലാസ്റ്റിംഗ് സോബ്രിറ്റി, അതായത് ശാശ്വതമായിട്ടുള്ളൊരു ശാന്തത അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. അതാണ് ലാസ്റ്റിംഗ് സോബ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനൊരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, അവഞ്ചേഴ്സ് കാണുന്നവരായിരിക്കും അല്ലേ. അവഞ്ചേഴ്സിലെ നമ്മുടെ അയൺമാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. അപ്പം അദ്ദേഹം, ഞാൻ ഈ ഒരു ഇടയ്ക്ക് കണ്ടതാണ്, അദ്ദേഹം മുൻപേ ഇങ്ങനൊരു ഡ്രഗ് യൂസർ ആയിരുന്നു. അപ്പം പിന്നീട് അദ്ദേഹം അതിൽ നിന്നൊക്കെ മുക്തയായതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു ഫിലിമിലേക്ക് വരുന്നത്. അപ്പോൾ അവഞ്ചേഴ്സിൽ അയൺമാനായിട്ട് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. റോബർട്ട് ഡൗണി ജൂനിയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഇതിനെങ്ങനെ ഈ ഒരു ഡ്രഗ് യൂസറിനൊരു എക്സാമ്പിൾ ആയിരുന്നു. പിന്നീട് നല്ല രീതിയിലൊരു സക്സസ്ഫുൾ ലൈഫ് അദ്ദേഹം നയിക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദർ ആർ മെനി ടൈപ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാംസ് ഇൻക്ലൂഡിങ് ഷോർട്ട് ടേം മെത്തേഡ്സ്,
that last less than 6 months. These include residential therapy, medication therapy and drug-free outpatient therapy. അപ്പോൾ നെക്സ്റ്റ് എന്താ പറയുന്നത്? ടൈപ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റ്. മയക്കുമരുന്നിനെതിരെയായിട്ട്, ദുരുപയോഗത്തിനെതിരെയായിട്ട് കുറേയധികം ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ടാകുന്നുണ്ട്. അത് ഷോർട്ട് ടേം ആയിട്ടുള്ള മെത്തേഡും ഉണ്ട്, ലോങ് ടേം മെത്തേഡും ഉണ്ട്. അതിൽ ഷോർട്ട് ടേം മെത്തേഡിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. അത് 6 മാസത്തിനുള്ളിൽ തന്നെ ആ ഒരു ഷോർട്ട് ടേം മെത്തേഡിലൂടെ ആ ഒരു പ്രോഗ്രാം നമ്മൾ അവസാനിക്കുന്നതായിരിക്കും. അതിലൂടെ പെട്ടെന്ന് തന്നെ ഒരു റിക്കവറി നേടിയെടുക്കാൻ പറ്റും. അതായത് അത്രക്കങ്ങ് അഡിക്റ്റഡ് ആവാത്ത ആൾക്കാരായിരിക്കും ഈ ഒരു ഷോർട്ട് ടേം മെത്തേഡിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ലോങ് ടേം മെത്തേഡ് തന്നെ അവർക്ക് വേണ്ടി വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഷോർട്ട് ടേം മെത്തേഡിൽ എന്തൊക്കെയുണ്ട്? ദീസ് ഇൻക്ലൂഡ് റെസിഡൻഷ്യൽ തെറാപ്പി. അവിടെ റെസിഡൻഷ്യൽ തെറാപ്പി ലൈക്ക് അവിടെയൊക്കെ നിന്നുകൊണ്ട് തന്നെ തെറാപ്പി ചെയ്യുന്നതായിരിക്കും. മെഡിക്കേഷൻ തെറാപ്പി ആൻഡ് ഡ്രഗ് ഫ്രീ ഔട്ട് പേഷ്യൻറ്റ് തെറാപ്പി. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങളാണ് ഷോർട്ട് ടേം മെത്തേഡ്സിൽ വരുന്നത്. ഇനി ലോങ്ങർ ടേം ട്രീറ്റ്മെൻറ്റ്സിൽ ഇൻക്ലൂഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തഡോൺ മെയിൻ്റനൻസ്, ഔട്ട് പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഒപ്പിയേറ്റ് അഡിക്ട്സ് ആൻഡ് റെസിഡൻഷ്യൽ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ട്രീറ്റ്മെൻറ്റ്. അപ്പം ലോങ്ങർ ടേം ട്രീറ്റ്മെൻറ്റിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഔട്ട് പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഫോർ ഒപ്പിയേറ്റ് അഡിക്ട്സ്. ഒപ്പിയേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഡ്രഗ്സ് ആണ്. അപ്പം ഈ ഒരു ഒപ്പിയേറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഓഫ് ഔട്ട് പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഒപ്പിയോട്ട് ഡ്രഗ്സ് ആയിട്ടുള്ള ഒപ്പിയോട്ട് അഡിക്ട്സ് എന്ന് പറഞ്ഞല്ലോ, അത് ഒപ്പിയോട്ട് ഡ്രഗ്സ് ഉണ്ട്. ഹെറോയിന്, മോർഫിന്, പിന്നെ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് അതിന് അഡിക്റ്റഡ് ആയിട്ടുള്ളവർക്കുള്ള മെഡിക്കൽ ആൻഡ് തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസ് ആണത്. അതായത് ബിഹേവിയറൽ, നേരത്തെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഹേവിയറൽ തെറാപ്പി പ്ലസ് മെഡിക്കേഷൻ ട്രീറ്റ്മെൻറ്റ്. അതാണ് ലോങ്ങർ ടേം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെത്തഡോണിനാണ് നേരത്തെ പറഞ്ഞ ഒരു എന്താണ് നമ്മൾ നേരത്തെ ഒരു മെഡിക്കേഷൻ ആണല്ലേ മെത്തഡോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ബിഹേവിയറൽ ട്രീറ്റ്മെൻറ്റ് കൂടെ നടത്തുന്നതാണ് ലോങ്ങർ ടേം ട്രീറ്റ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ചാപ്റ്ററിലുള്ള കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്സും കൊടുത്തിരിക്കുന്നുണ്ട്, നോക്കുക. ഇനി ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നോക്കാവുന്നതാണ്. ചൂസ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ ലെസൺ. അപ്പം ഈ ഒരു ലെസണിന് ടൈറ്റിലില്ല, അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ടൈറ്റിൽ കൊടുക്കാനാണ് പറയുന്നത്. എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് വാല്യൂ യുവർ സെൽഫ്, മേക്ക് എ ഹെൽത്തി ചോയ്സ്, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ടൈറ്റിൽ കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടു ഹൂം ഈസ് ദ മെസ്സേജ് അഡ്രസ്ഡ്. അപ്പം ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ആരെക്കുറിച്ചാണ് അഭിസംബോധന, ആർക്ക് വേണ്ടിയിട്ടാണ് ഉള്ളതെന്നാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ദ ഇൻഡിവിജ്വൽസ്, ദോസ് ഹു ഹാവ് യൂസ് ദി ഡ്രഗ്സ് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ടെംപ്ടേഷനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് മെസ്സേജ് ഹാസ് ബീൻ കൺവേർഡ് ത്രൂ ദിസ് പാസേജ്. അപ്പം ഈ ഒരു പാസേജിലൂടെ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അതായത് നിങ്ങളുടെ തന്നെ വൺസ് സെൽഫ് അത് വാല്യൂ ചെയ്യണം, ഹെൽത്തി ചോയ്സസ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ആണെങ്കിൽ എന്താണ്, നമ്മുടെ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സ്പോർട്സ്, എന്നിട്ട് ഒരു ഡ്രഗ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ലീഡ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പം എപ്പോഴും ഡ്രഗ് അഡിക്ഷനിലേക്ക് വരാവുന്ന സിറ്റുവേഷൻസിൽ നിന്ന് അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഒരു ക്രിയേറ്റ് എ പോസിറ്റീവ് എൻവയൺമെൻറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം അല്ലേ, ഈ ഒരു മെസ്സേജ് ഇത്രയും കാര്യങ്ങളാണ് പാസേജിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രീറ്റ്മെൻറ്റ്സ്. ഷോർട്ട് ടേം ട്രീറ്റ്മെൻറ്റ്സും ലോങ് ടേം ട്രീറ്റ്മെൻറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചോദിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ടേം ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഒരു ഇമ്മീഡിയറ്റ് നീഡ്സിന് വേണ്ടിയിട്ട്, പെട്ടെന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലേ ഫോക്കസ് ചെയ്യുന്നത് ഷോർട്ട് ടേം ട്രീറ്റ്മെൻറ്റ്. അതായത് ലെസ് ദാൻ 6 months ആണല്ലോ, 6 മാസത്തിൻ്റെ ഉള്ളിലാണല്ലോ വരുന്നത്. അതായത് നമ്മുടെ ഇനീഷ്യൽ ആയിട്ടുള്ള മയക്കുമരുന്നിനോടുള്ള ആ ഒരു ക്രേവിങ്സ് അത് കുറയ്ക്കാൻ, പിന്നെ ആണെങ്കിൽ
വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ അതിനൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് ടേം ട്രീറ്റ്മെൻറ്റ്സ് വരുന്നത്. ഇനിയിപ്പോൾ ലോങ് ടേം ട്രീറ്റ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കൗൺസിലിംഗ് ഒക്കെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോ തെറാപ്പിയൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ലോങ് ലാസ്റ്റ് ആയിട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റ്, അത്രയ്ക്കും അഡിക്റ്റഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ആൻഡ് 5th ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ക്യാൻ ഡ്രഗ് യൂസേഴ്സ് ബി ട്രീറ്റഡ്? ഗിവൻ 2 points. അപ്പം ഡ്രഗ് യൂസേഴ്സിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. 2 points കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നമ്മൾ ബിഹേവിയർ തെറാപ്പി, അപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റിൽ 2ാമത്തെ പോയിൻ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് അതിൽ കൗൺസിലിംഗ് വരുന്നുണ്ട്, സൈക്കോ തെറാപ്പി ഒക്കെ വരുന്നത്, അതൊക്കെ ബിഹേവിയറൽ തെറാപ്പിയിൽ വരുന്നതാണ്. അതാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് എഴുതേണ്ടത്. എന്നിട്ട് 2ാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കേഷൻ യൂസ് ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ അസിസ്റ്റഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് മെത്തഡോൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊരു ടൈപ്പ് ഓഫ് മെഡിക്കേഷൻ ആണല്ലേ. അത് യൂസ് ചെയ്തുകൊണ്ടിട്ട് തന്നെ നമ്മുടെ വിഡ്രോവൽ സിംറ്റംസും അല്ലെങ്കിൽ ഡ്രഗിനോടുള്ള ക്രേവിങ്സും ഒക്കെ സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ റിപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ചാപ്റ്ററാണ്. ഇതിൻ്റെ ആൻസേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രഗ് അബ്യൂസിനെതിരെയായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. താങ്ക് യു.